മഹാഭാരതം വനപർവം പറയുന്നത് പ്രകാരം ചൂതിൽ സർവ്വതും നഷ്ടമായ പാണ്ഡവരും പാഞ്ചാലിയും തങ്ങൾക്ക് വിധിച്ച വനവാസത്തിനും അജ്ഞാതവാസത്തിനും പുറപ്പെട്ടു. അങ്ങനെയിരിക്കെ ഒരു നാൾ വൃഷപർവ ആശ്രമത്തിൽ പാർക്കുന്ന കാലത്ത് ഭീമനൊരിക്കൽ ഏകനായി തൻ്റെ ആയുധവുമേന്തി ഒരു വനത്തിലൂടെ നടക്കും വേള തൻ്റെ പാദങ്ങൾ പുണ്യമായ ഹിമാലയ പ്രദേശത്തിലേക്ക് ചലിച്ചു. യാത്രാമധ്യേ ദേവന്മാരെയും സിദ്ധന്മാരെയും ഗന്ധർവന്മാരെയും അപ്സരസ്ത്രീകളെയും ആ വായുപുത്രൻ ദർശിച്ചു. ഉപചക്ര ചകോരങ്ങളും ജീവജാലങ്ങളും ഖഗ്ഗങ്ങളും നല്ല വണ്ടുകളും കുയിലുകളും നിറഞ്ഞ വൃക്ഷങ്ങൾ പൂത്തും കായ്ച്ചും ഭംഗിയായി കണ്ണിനും കരളിനും കുളിർമ നൽകിക്കൊണ്ട് അണിനിരന്ന് നിൽക്കുന്നു. കാർമേഘം കണക്കിയിരുണ്ട ദേവദാരു വൃക്ഷങ്ങളും ചന്ദനവൃക്ഷങ്ങളും കലർന്ന സൗരഭ്യം വീശുന്ന ആ വനധാരയിലൂടെ ആ വൃഗോദരൻ നടന്നകന്നു. അങ്ങനെ നായാടി മുന്നോട്ട് നീങ്ങി. ആ യുവരാജൻ പിന്നെ മാൻ, കാട്ടുപോത്ത് എന്നിവയെ നായാടിയും നൂറുകണക്കിന് ആളുകളെ ഒറ്റ നിമിഷം കൊണ്ട് നിഷ്പ്രഭമാക്കുവാൻ കഴിയുന്ന ആ ഭീമപരാക്രമി അവൻ മാമരങ്ങൾ പറിച്ച് തച്ചൊടിച്ച് ഭൂമി കുലുക്കി യാതൊരുവിധ ഭയവും കൂടാതെ കൂകിയാർത്ത് വിളിച്ചുകൊണ്ട് കൈകൊട്ടി ഒച്ചപ്പെടുത്തി ആ കാട്ടിൽ ഭീമൻ ശബ്ദമുണ്ടാക്കി നടന്നു. മഹാബലരായ ആനകളും സിംഹങ്ങളും അവിടെ നിന്ന് ഓടിയൊളിച്ചു. അങ്ങനെ മതിച്ചു നടക്കുന്ന ആ വായുപുത്രൻ ഒടുക്കം ഒരു ഭീകര സർപ്പത്തിൻ്റെ മുൻപാകെ എത്തിച്ചേർന്നു. പർവ്വതം പോലെ പമ്പിച്ച മെയ്യുള്ളതും വളരെ ശക്തിയുള്ളതും വിചിത്ര രേഖകളോട് കൂടിയതും ചിത്രാംഗമായതും മഞ്ഞ നിറത്തോടു കൂടിയതും 4 ദ്രംഷ്ടകളോട് കൂടിയതും അങ്ങനെ വളരെ ഭീകരമായ അതിൻ്റെ രൂപം. കാലാന്തകനെ പോലെ ആ സർപ്പം നിശ്വാസത്തിൽ തന്നെ വിഷം വമിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൻ ഭീമനെ കണ്ട ഉടനെ കോപത്തോടെ ചീറിപ്പാഞ്ഞുകൊണ്ട് അവൻ്റെ ഇരുകരങ്ങളിൽ ചുറ്റിവലിഞ്ഞു. ആ ഭീകര സർപ്പത്തിൻ്റെ ചുറ്റിവരിയൽ കാരണത്താൽ നാഗായുധ പ്രാണനും സിംഹഗന്ധനും മഹാഭുജനുമായ ഭീമൻ അവശനായി ബോധരഹിതനായി. എന്നാൽ സർപ്പത്തിൻ്റെ പിടിയിൽ ഇരിക്കെ തന്നെ അല്പസമയത്തിന് ശേഷം ആ മഹാബാഹു തൻ്റെ ചിത്തത്തിൽ ബോധം വന്നു ചേർന്നു. അപ്പോഴേക്കും ആശ്ചര്യകരമായ മഹാബലത്തെക്കുറിച്ച് തന്നെപ്പോലെ 1000 ഗജങ്ങളുടെ ശക്തിയുള്ളവനായ ഒരുവനെ ഇങ്ങനെ കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ളവനാകുന്ന ഈ സർപ്പം, അതിനാൽ തന്നെ ഇവൻ നിസ്സാരക്കാരൻ ആകുന്നില്ല. അതിനാൽ തന്നെ ഭീമൻ ആ സർപ്പത്തോട് ഇപ്രകാരം ആരാഞ്ഞു: പന്നഗശ്രേഷ്ഠ, ഭവാൻ ആരാകുന്നു? ഇപ്പോൾ അങ്ങ് നമ്മെ എന്തിനാണ് ഇങ്ങനെ ബന്ധനസ്ഥൻ ആക്കിയിരിക്കുന്നത്? ഞാൻ ധർമ്മരാജാവിൻ്റെ സഹോദരനായ ഭീമസേനനാകുന്നു. നാഗായുധ പ്രാണനായ എന്നെ നീ എന്തിനാണ് ഇങ്ങനെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നത്? സിംഹങ്ങളെയും ഉഗ്രവ്യാഘ്രങ്ങളെയും മഹിഷങ്ങളെയും അസംഖ്യം ഗജങ്ങളെയും പോരാടി സംഹരിച്ചവനാകുന്നു ഞാൻ. രാക്ഷസന്മാർ, പിശാചുക്കൾ, പന്നകങ്ങൾ എന്നിവയൊന്നും തന്നെ നമ്മുടെ ശക്തി താങ്ങുന്നവരല്ല. അതാണ് സത്യം പന്നഗോത്തമ. അങ്ങ് വിദ്യാബലം കൊണ്ടോ വരബലം കൊണ്ടോ എന്ത് മഹാബലം കൊണ്ടാണ് നമ്മെ ബന്ധിച്ചിരിക്കുന്നത്? നാം എത്രയോ പ്രയത്നിച്ചിട്ടും നിന്റെ കരബന്ധനത്തിൽ നിന്നും വഴുതി മാറുവാൻ കഴിയാതെ വന്നിരിക്കുന്നു. ഭീമന്റെ ഈ വാക്കുകൾക്ക് മറുപടിയായി ആ സർപ്പം ഇപ്രകാരം അരുളി: രാജഋഷിയായ നഹുഷനെ പറ്റി നീ തീർച്ചയായും കേട്ടിട്ടുണ്ടാകും. ഭവാന്റെ പൂർവികനും ആയുസ്സിൻ്റെ പുത്രനുമാണ് അവൻ. അത്തരം പുകഴ്പ്പെട്ടവൻ അത് നാം തന്നെയാകുന്നു. വിപ്രവന്മാരെ നിന്ദിക്കുന്നത് മൂലം അഗസ്ത്യമുനിയുടെ ശാപത്താൽ നാം ഈ അവസ്ഥയിൽ ആയിത്തീർന്നിരിക്കുന്നു. അങ്ങനെ കാലാകാലങ്ങളായി നാം ഈ ഭീകര രൂപത്തിൽ കഴിയുന്നു. നമ്മുടെ ഭോജനമാകുന്നു നീ ഇന്ന്. നമ്മോട് ക്ഷമിച്ചാലും നാം നിന്നെ ഭക്ഷിക്കുന്നു എന്ന് ആ ഭീകര പന്നകം അരുളി ഭീമനോട്. അത് കേട്ട് ഭയചിത്തനായ ഭീമൻ തൊഴുകയ്യാൽ ആ മഹാസർപ്പത്തോട് നമ്മെ പോകാൻ അനുവദിച്ചാലുമെന്ന് കേണു. ഇവയൊക്കെ ഇവിടെ നടക്കുമ്പോൾ മറ്റൊരിടത്ത് ധർമ്മപുത്രരുടെ ചിത്തത്തിൽ എന്തോ ഒരാപത്തും ദുശകുനവും വ്യാകുലതയും അനുഭവപ്പെടുവാൻ ആരംഭിച്ചു.
വലതുഭാഗത്ത് നിന്ന് കുറുക്കൻ ഉഗ്രമായി ഓരിയിട്ടു. ഒറ്റ കണ്ണും ഒറ്റക്കാലും ഒറ്റ ചിറകുമായി ഘോരമായ കാഴ്ചയിൽ വർത്തിക സൂര്യനെ നോക്കി ഉത്കടമായി ചോര കക്കുന്നതും കണ്ടു. ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു. പക്ഷികളും മൃഗങ്ങളും അപസ്വരങ്ങൾ പുറപ്പെടുവിച്ചു. കരിങ്കാക്കകൾ പോക പോക എന്ന് മന്ത്രിച്ചുകൊണ്ട് പറക്കുന്നതായി യുധിഷ്ഠിരന് മനസ്സിലായി. യുധിഷ്ഠിരൻ പരിഭ്രാന്തനായി പാഞ്ചാലിയുടെ പക്കലേക്ക് ഓടി. പാഞ്ചാലിയോട് ഭീമൻ എവിടെ പോയി പാഞ്ചാലി എന്ന് ചോദിക്കുന്നു. ഭീമൻ പോയിട്ട് വളരെയധികം നേരമായി എന്ന് പാർശ്വതി മറുപടി പറയുന്നു. പാഞ്ചാലിയെ കാത്തുകൊള്ളുക അർജുന എന്ന് അർജുനനോട് പറയുന്നു. മാദ്രേയന്മാരോട് ദ്വിജന്മാരെയും സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യുധിഷ്ഠിരൻ അതിശീഘ്രം തന്നെ നടന്നു നീങ്ങി. അങ്ങനെ ആ മഹാവനത്തിൽ തൻ്റെ സഹോദരനെ തേടി യുധിഷ്ഠിരൻ അലഞ്ഞു. അങ്ങനെ നടന്ന് കിഴക്കുഭാഗത്തേക്കായി എത്തിച്ചേർന്നു. അവിടെയാകട്ടെ ധാരാളം കൊമ്പനാനകൾ വിഹരിക്കുന്നു. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴേക്കും ഭൂമിയിൽ ഭീമൻ നടന്നതായി മനസ്സിലാക്കാൻ കഴിയുന്ന കാൽപാദങ്ങളും ചിഹ്നങ്ങളും അദ്ദേഹം കണ്ടു. കാറ്റേറ്റൊടിഞ്ഞ മരങ്ങൾ യുധിഷ്ഠിര രാജാവ് കണ്ടു. ഒടുക്കം അദ്ദേഹം ഒരു ഗിരിഗഹ്വരത്തിൽ എത്തിച്ചേർന്നു. അതിഭീകരമായ ആ പ്രദേശത്ത് കൂടി അദ്ദേഹം അനുജനായി ഓടി നടന്നു. എന്നാൽ അവസാനം അദ്ദേഹം ആ കാഴ്ച കണ്ടു. ഭീമാകാരമായ ഒരു പന്നകത്താൽ ചുറ്റി വരിഞ്ഞു കിടക്കുന്ന തൻ്റെ സഹോദരൻ ഭീമനെ. സർപ്പത്തിൻ്റെ സത്വം മനസ്സിലാക്കിയ യുധിഷ്ഠിരൻ സർപ്പത്തോട് അത്യാദരവ് നൽകുകയും യുധിഷ്ഠിരൻ്റെ ആദരവിൻ്റെ ഫലമായി ഭീമനെ സർപ്പം മോചിപ്പിക്കുകയും ചെയ്തു.